ഫാർമർ സോണിലേക്ക് സ്വാഗതം. മെയ് മാസം 3-ാം തീയതി ആലപ്പുഴ ജില്ലയിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത്രയ്ക്ക് കഠിനമാണ് ചൂട്. ആ ചൂടിൽ പച്ചക്കറി കൃഷിയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടാതെ കർഷകർ നട്ടം തിരിയാണ്. കാരണം പാടത്തെ കൃഷിയെല്ലാം കഴിഞ്ഞു, ഇനി പറമ്പിലാണ് കൃഷി ചെയ്യേണ്ടത്. ഈ സമയത്ത് പച്ചക്കറികളെല്ലാം ചെടികളെല്ലാം നട്ട് വളർന്ന് കായ പിടിക്കേണ്ട സമയമാണ്. പക്ഷേ കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നു. എന്തായെന്ന് വെച്ചാൽ നടുന്ന ചെടികളെല്ലാം ഒന്നെങ്കിൽ കരിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വാടിപ്പോകുന്നു. വിളവെടുക്കാറായ സ്ഥലങ്ങളെല്ലാം വിളവ് കിട്ടാതെ വരുന്നു. അങ്ങനെ കർഷകർ ഇന്ന് വലിയ ദുരിതത്തിലാണ്. നമ്മുടെ ഇത് വലിയൊരു പ്ലോട്ടാണ്, 2.5 ഏക്കർ വരുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ഓണത്തിന് 20,000-ഓളം വരുന്ന പൂക്കൾ കൃഷി ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഓണത്തിന് പൂക്കൾ വിരിയിച്ച ഒരു പറമ്പാണിത്. ആ പറമ്പിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാതെ നിൽക്കുന്ന സമയത്താണ് നമ്മളിവിടെ ചീര നടുകയാണ്. ചീര നട്ടാനുള്ള കാലാവസ്ഥയല്ല വരാൻ പോകുന്നത്. കാരണം ഈ ചൂട് കഴിഞ്ഞാൽ ഉടൻ തന്നെ മഴയാണ്. അപ്പോൾ ചൂടും മഴയും ചീരക്ക് ദോഷമാണ്. എങ്കിൽ പോലും നമ്മൾ ചീര നടുകയാണ്. കാരണം നമുക്കെല്ലാം സംബന്ധിച്ചിടത്തോളം പൂക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുരയിടമാണിത്. അപ്പോൾ ചീര കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പൂക്കളിലേക്ക് മാറും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മോട്ടർ ഏതാണ്ട് വെള്ളം ഓണാക്കി നന്നായിട്ട് വെള്ളം കൊടുത്താണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ട്രിപ്പിലൂടെ. കാരണം രാവിലെ ഒരു മണിക്കൂർ നമ്മൾ സമയം കൊടുക്കും, ഉച്ചക്ക് കൊടുക്കും, വൈകുന്നേരം. അതുകൂടാണ്ട് 2 നേരം പൂവാലിക്ക് വെള്ളവും തളിച്ചു കൊടുത്തുകൊണ്ട് ഈ ചീരയെ സംരക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ പരിശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും വ്ളാത്താങ്കര ചീരയാണ് നമ്മൾ ഇവിടെ നട്ടിട്ടുള്ളത്. വ്ളാത്താങ്കര ചീര എന്ന് പറഞ്ഞാൽ ഇതിന് പ്രതിരോധ ശേഷി കൂടുതലുള്ള ചീരയാണ്. മഴക്കാലത്ത് കൂടുതൽ പൊട്ടുരോഗങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് നടാൻ പറ്റിയ ചീര വ്ളാത്താങ്കരയാണ്. ആ വ്ളാത്താങ്കര ചീര ഇവിടെ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നട്ടിരിക്കുകയാണ്. സുനിലിനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ് ഞങ്ങൾ. ഈ ചൂടിൽ ഇത്രയും കത്തിക്കരിയുന്ന ചൂടിൽ അവനൊരു ചെയ്യാനൊരു സന്മനസ് കാണിച്ചാൽ അവനെ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല ഇതിപ്പം പൂക്കൃഷി ഉണ്ടാകുന്ന സമയത്ത് അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങളൊക്കെ അത് വന്ന് കാണുകയും സഹകരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്ത് അവൻ ഈ കൊച്ചുങ്ങളെ ഇട്ടുണ്ടാണേലും ഇത് ചെയ്യാനൊരു മനസ്സ് കാണിച്ചാൽ അവന് എന്ത് നന്ദി പറഞ്ഞാലും മനസ്സിലായ ഞങ്ങൾക്ക് മതിയാവില്ല. തൊഴിലുറപ്പ് തൊഴിലാളികളാണ്. എങ്കിലും ഞങ്ങളെ ബാക്കി സമയം ഞങ്ങളിപ്പോൾ വെറുതെ ഇരിക്കണേ, ഞങ്ങൾക്ക് തൊഴിലുറപ്പില്ല. അപ്പം ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി വന്നതാണ്. ഇത് കോഴിവളമാണ്. കോഴിവളത്തിൻ്റെ ഒപ്പം നമ്മൾ വേപ്പുമണ്ണാക്കിട്ടുണ്ട്. ആദ്യം കുമ്മായം വിട്ട് കോഴിവളം വിട്ട് വേപ്പുമണ്ണാക്കിട്ട്. പക്ഷേ ഈ വളം മാത്രമേ നമ്മൾ പ്രധാനമായിട്ടും ചീരകൃഷിക്ക് ചെയ്യുന്നുള്ളൂ. കാരണം ഇത് ഒറ്റ തവണ ചീരകൃഷി മാത്രമേ ചെയ്യുന്നുള്ളൂ. ചീരകൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് പൂക്കൃഷിയാണ്. അതുകൊണ്ട് ഒരു വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത്. അത് അനുസരിച്ച് നമ്മൾ ഇത് വളയിട്ടതിന് ശേഷം മണ്ണിട്ട് മൂടുന്നു. ഇത് തൂമ്പായിട്ട് മണ്ണിട്ട് മൂടിയതിന് ശേഷം ട്രിപ്പ് ലൈൻ കൊടുക്കുന്നു. ട്രിപ്പ് ലൈൻ കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്ത് മൾച്ചിങ് ഷീറ്റ് ഇടുന്നു. മൾച്ചിങ് ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് 15 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഹോളിട്ട് കൊടുക്കുന്നു. ആ ഹോളിട്ട് 2 സൈഡിലും ഹോൾ കൊടുത്തതിന് ശേഷം ആ ഹോളിലാണ് നമ്മൾ ചീര നടുന്നത്. അപ്പോൾ ചീരകൃഷി മാത്രം ചെയ്യുന്നത് കൊണ്ട് നമുക്കത് പ്രത്യേക പരിചരണം കൊടുക്കേണ്ടി വരും. വിളവ് കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ചീരകൃഷി മഴക്കാലത്തും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന മഴയത്ത് നമുക്ക് ചീര ഉണ്ടാകും. ആ ചീരകൃഷി വിളവെടുപ്പായിട്ട് പാകമാകും. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമം നടത്തിയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി.